താങ്കൾ എങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറേയൊക്കെ ഞാൻ ഇന്ന് വായിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മളെല്ലാം വർഷങ്ങളായിട്ട് കേൾക്കുന്ന കാര്യം തന്നെയാണ്. അതിനകത്ത് എനിക്ക് കള്ളത്തരം ഉണ്ടെന്നും തോന്നുന്നില്ല. നടിമാരുടെ പ്രശ്നങ്ങളൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പുരുഷന്മാർക്കും സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും അതിനകത്ത് വരുന്നില്ല, അത് വരേണ്ട കാര്യമില്ല. കാരണം WCC എന്ന് പറയുന്ന സംഘടന സിനിമയിലെ സ്ത്രീകൾക്കുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ റിപ്പോർട്ട് പുറത്തു വിട്ടത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കുറെ പേര് നാറി, ഒരു ഇൻഡസ്ട്രി നാറി. കാരണം എന്താണെന്നറിയാമോ? ആരെക്കുറിച്ച് പറഞ്ഞു, ആര് പറഞ്ഞു, അതിപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും സംശയത്തിന്റെ നിഴലിലാണ്, പുരുഷന്മാർ മൊത്തം. നോക്കൂ, ഞാൻ ഒരു കാര്യം പറയാം, എത്രയോ സ്ത്രീകൾ അവസരം തന്നാൽ ഞാൻ എന്തിനും തയ്യാറായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരുപാട് നമുക്ക് അനുഭവങ്ങളുണ്ട്. അതിലുപരി ഒന്ന് ആലോചിക്കണം, പണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രം സിനിമയിൽ അഭിനയിച്ച് കാശുകാരായവരാണെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. ആദ്യമേ ബെൻസ് കാറിൽ വന്ന് അഭിനയിക്കുന്ന പിള്ളേരുള്ളൊരു കാലഘട്ടമാണ്. അപ്പൊ ഈ പഴയ കാലത്തെ സംഭവങ്ങളാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അതോ പുതിയ കാലത്തെയാണോ? ഇത് ഏത് കാലഘട്ടം മുതലാണ്? ഇവിടെ നസീർ സാറിന്റെ കാലത്തും സിനിമയുണ്ട്, സത്യമാസ്റ്ററുടെ കാലത്തും സിനിമയുണ്ട്. അപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെ ഏത് കാലത്തോട്ടാണ്, ആരെക്കുറിച്ചാണെന്ന് ഇപ്പോഴും പറയുന്നില്ല. അപ്പൊ ആലോചിച്ചു, മലയാളത്തിൽ എത്രയോ നായകന്മാരുണ്ട്, എത്രയോ സഹനടന്മാരുണ്ട്, എത്രയോ തിരക്കഥാകൃത്തുക്കൾ. ഇതിൽ ആരെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയാത്ത പക്ഷം നമുക്കിവിടെ ഒരു നിയമമുണ്ട്, അതിന് സംഘടന വേണമെന്നില്ല. നോക്കൂ, ഷൂട്ടിംഗ് നടക്കുന്നത് അമ്മയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ഫെഫ്കയുടെ ഓഫീസിലോ അല്ല. ഓരോ പ്രൊഡ്യൂസറും അവർക്ക് ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ, സംവിധായകന്റെ ഇഷ്ടത്തിലുള്ള ലൊക്കേഷനിൽ നടക്കുന്ന മുഴുവൻ സംഘടനയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ ഒന്നും പറ്റില്ല. സംഘടനയ്ക്കുള്ളിലെ പരാതികൾ മാത്രമേ സംഘടനയ്ക്ക് ഇടപെടാൻ പറ്റൂ. അപ്പോൾ അത്തരം കാസ്റ്റിംഗ് കൗച്ചാൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചു കുട്ടികളെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയതുപോലെ ഇവരും പോണമായിരുന്നു. അല്ലാതെ ഹേമ കമ്മിറ്റിയിൽ കൊടുത്ത 5 വർഷത്തിന് ശേഷവും എത്ര പ്രശ്നങ്ങൾ വീണ്ടും മലയാള സിനിമയിലുണ്ടായി. അപ്പോൾ എന്തിനായിരുന്നു ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചു? എന്നിട്ട് പുറത്ത് വിടുന്നതിൻ്റെ അന്ന് എന്തിനാണ് രഞ്ജിനി വീണ്ടും കയറിയിട്ട് അതിൽ എനിക്ക് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയണമെന്ന് അത് നാളെ ചോദിച്ചാൽ പോരായിരുന്നു? വിട്ടതിന് ശേഷം അതിനുവേണ്ടി ഒരു സ്റ്റേക്ക് പോകണമായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്തില്ല. ഇപ്പൊ എല്ലാം വെളിയിൽ വന്നല്ല എന്തൊക്കെയാണ് ഓരോ പോയിന്റ്സും. അതിൽ കുറെ കാര്യങ്ങളൊക്കെ സത്യമാണ്. വാതിൽ മുട്ടുന്നു എന്ന് പറയുന്നു. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത് എനിക്ക് പറയാൻ ഒരു മടിയില്ല. ഏത് കാലഘട്ടം തൊട്ടാണ് മലയാള സിനിമയിൽ ഭക്ഷണത്തിന് വിവേചനം വന്നെന്നുള്ള ഇവിടുത്തെ എല്ലാ നിർമ്മാതാക്കൾക്കും അറിയാം, എല്ലാ താരങ്ങൾക്കും അറിയാം. നസീർ സാറിന്റെ കാലത്തൊന്നും അതില്ലായിരുന്നു. സൂപ്പർ താരങ്ങൾക്ക് പ്രത്യേക ഫുഡ്, പ്രത്യേക കുക്ക് ഇല്ലേ? അതൊക്കെ ഏത് കാലത്ത്, അതൊക്കെ നമ്മളെല്ലാം ഒരുപാട് ലൊക്കേഷനിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അന്നത്തിലൊന്നും വിവേചനം കാണിക്കുന്നതിനോട് പണ്ടും ഞാൻ കുറച്ച് പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അന്നത്തിൽ വിവേചനം കാണിച്ചിട്ടേ ഇല്ല. അതൊക്കെ ശരിക്കും കാണുമ്പോൾ തന്നെ സങ്കടമാണ്. വലിയ പൊരിച്ച മീനും കൊഞ്ചും സ്രാവും എല്ലാം കൊണ്ടങ്ങ് നിരത്തി വയ്ക്കുന്നു. അവിടെ പാവം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന ജോലി ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രൊഡക്ഷനിൽ അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിലും ഒരേപോലെ കൊടുക്കുന്ന കുറെ നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് മലയാള സിനിമയിൽ. പറയുന്നുണ്ട് ശ്രീ വിനു ഗിരിയത്ത്, ഈ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് അടച്ച ആരോപണം ഉന്നയിക്കുകയല്ല എന്ന്. കാരണം ഈ ചില സംവിധായകർക്കും ചില ഛായാഗ്രാഹകർക്കും അനുകൂലമായിട്ടുള്ള മൊഴികളും ഉണ്ട്. അവര് എത്രമാത്രം കെയറിംഗ് ആണ് ഈ തന്റെ സെറ്റുകളിൽ ജോലി ചെയ്യുന്നവരോട് കാണിക്കുന്നത് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതും ഉദാഹരണ സഹിതം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. അപ്പോൾ അടച്ച് എല്ലാവരെയും ആക്ഷേപിക്കുന്ന രീതിയിലോ അവർക്കെതിരെ ആരോപണങ്ങൾ ചൊരിയുന്ന രീതിയിലോ ഉള്ളതല്ല റിപ്പോർട്ട്. മൊഴികൾ മറ്റു വിധത്തിലും വന്നിട്ടുണ്ട്. അതിന്റെ സത്ത ഉൾക്കൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. ശ്രീ രാഹുൽ